ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് സ്നെറ്റിഷ്ഹാം പാർക്ക് ഫാമാണ്. അൺലിമിറ്റഡ് വ്ലോഗിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിലെ നോർഫ്ലോക്ക് എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ പാർക്കിന് 329 ഏക്കർ വിസ്തൃതിയാണുള്ളത്. ഈ ഫാമിൽ മാനുകൾ, പശുക്കൾ, പലതരത്തിലുള്ള ആടുകൾ, ലാമാസ്, പലതരത്തിലുള്ള പക്ഷികൾ എന്നിവയെല്ലാം വളർത്തപ്പെടുന്നു. ഇവിടെ വാഹനത്തിൽ നമുക്ക് അകത്ത് പോയി മാനിൻ്റെയൊക്കെ അടുത്ത് പോയി ഫീഡ് ചെയ്യാം. എന്നാൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്ന മഹാമാരി നിമിത്തം പോകുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. 2 തരത്തിലുള്ള ആടുകളാണ് ഇവിടെയുള്ളത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഗോട്ടാണ്. പാലുൽപാദനത്തിനും മീറ്റിനുമാണ് ഇവയെ വളർത്തുന്നത്. ഇവിടെയുള്ളവരുടെ തീന്മേശയിൽ ആട്ടിറച്ചിക്ക് ഒരു പ്രധാന സ്ഥാനമാണുള്ളത്. ഈ ഓപ്പോസിറ്റ് സൈഡുകളിലായി നമുക്ക് ചെമ്മരി ആടുകളെ കാണാം. ചെമ്മരി ആടുകളെ ഫീഡ് ചെയ്യാൻ അലൗഡ് അല്ല. കാരണം ചെമ്മരി ആടുകൾ പുല്ല് മാത്രമേ കഴിക്കുകയുള്ളൂ. ദേണ്ടേ, ഒരാൾ തൊടാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ്. ഇവരെ തലോടുന്നത് ഇവർക്ക് വലിയ ഇഷ്ടമാണ്. ആ രോമത്തെ തൊടുമ്പോൾ എത്രയോ സോഫ്റ്റാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ശൈത്യകാലത്ത് നമുക്ക് ചൂട് വസ്ത്രങ്ങളില്ലാതെ ജീവിക്കുന്ന കാര്യം ഓർക്കാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ, ജാക്കറ്റുകൾ, ബെഡ്ഷീറ്റുകൾ, പലതരത്തിലുള്ള വസ്തുക്കൾ ഉണ്ടാക്കുവാൻ ഈ ചെമ്മരി ആടുകളുടെ രോമം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ചെമ്മരി ആടുകളെ വളർത്തുന്ന കർഷകർക്ക് നല്ലൊരു ആദായ മാർഗം കൂടിയാണ്. ഇവിടെയുള്ള പാർട്ടികളെല്ലാം ഇങ്ങനെ അവരെ തൊടാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിന്നു തരും. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇവരെ ഇങ്ങനെ തൊടാൻ പറ്റുന്നതൊക്കെ ഒരു നല്ല അനുഭവമാണ്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് പേടിക്കാതെ ഇത്ര അടുത്ത് കാണാൻ പറ്റും. ഒരുപാട് വിസിറ്റേഴ്സ് ഇവിടെ ദിനം പ്രതി വന്നു പോകുന്നു. ദേണ്ടേ, ഒരു കുഞ്ഞൻ ഗ്രില്ല് ചാടി വെളി വന്നിരിക്കുകയാണ്. നല്ല സോഫ്റ്റാണ് തൊടാൻ. സോ ക്യൂട്ട്. നമുക്ക് അങ്ങ് താലോലിക്കാൻ തോന്നും. അതിൻ്റെ ദേഹത്ത് കൈ വെച്ചാൽ നമുക്ക് കൈ എടുക്കാൻ തോന്നത്തില്ല. അതുപോലെ സോഫ്റ്റായിട്ട് അതിൻ്റെ രോമങ്ങളിരിക്കുന്നത്. എന്തായാലും തൊട്ടോളാൻ പറഞ്ഞ പാകത്തിന് ഇങ്ങനെ നിന്നു തരികയാണ്. അടുത്ത കൂട്ടിൽ ഞങ്ങൾ നോക്കിയപ്പോൾ വേറെ 3 പേര് കിടപ്പുണ്ട്. അവരുടെ പേരുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ 2 പേര് അല്പം മയക്കത്തിലാണ്. നമ്മുടെ നാട്ടിലെ സിൽക്കി കോഴികളോട് സാമ്യമുള്ള കുറേ കോഴികൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഓടിപ്പോയി. എന്നാൽ 2 പേര് മാത്രം ഇവിടെ ഇങ്ങനെ ഫോട്ടോയ്ക്ക് വേണ്ടി നിന്നു തന്നു. അവരുടെ സ്നേഹ സംഭാഷണത്തിനിടയിൽ ഞങ്ങൾ ചെന്ന് ശല്യപ്പെടുത്തി എന്ന ഭാവത്താൽ അവരും പതുക്കെ എഴുന്നേറ്റ് പോയി. അപ്പോഴാണ് വേറൊരു പക്ഷിയെ ശ്രദ്ധയിൽപ്പെട്ടത്. മൈനയോട് സാദൃശ്യം തോന്നുന്ന ഇവൻ സ്വന്തമായി ഇവിടെ പറന്നു വന്നതാണ്. ഇവിടുത്തെ എല്ലാ മൃഗങ്ങളുടെ ഒരു ഫ്രണ്ടായി ഇവൻ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ വരുന്ന കാഴ്ചക്കാർക്ക് ഒരു സുഹൃത്തായി ഇവൻ ഇങ്ങനെ പാറി നടക്കും. അഴിച്ച് വിട്ടിരിക്കുകയാണ്.
സ്വതന്ത്രനായി വിട്ടിരിക്കുകയാണ്. എന്നാലും ഇവൻ ദൂരെ എങ്ങും പോകില്ല. വേറൊരു ടൈപ്പ് ആട് ഇതാ തണല് പറ്റി ഇങ്ങനെ കിടക്കുകയാണ്. കുറച്ച് അപ്പുറത്തായി നോക്കിയാൽ ഒരു ലാമ ഇങ്ങനെ കിടക്കുന്ന നമുക്കിവിടെ കാണാം. എന്തോ കാര്യമായി ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാന്ന് തോന്നുന്നു. അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും അങ്ങനെ തോന്നുന്നു. അങ്ങനെ പല അതിഥികളെയൊക്കെ കണ്ട് വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഫാമിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ മറ്റ് കാഴ്ചകളുമായി വരാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.